വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ ആ ഒരു ടവർ മൂവ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞു. അവിടെ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു. അത് കാരണം തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഇമോഷണലി തകർന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു വ്യക്തി വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ്. അങ്ങനെയാണ് എനിക്ക് ഫീല് ചെയ്യുന്നത്. അതുപോലെ തേർഡ് പാർട്ടിയെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായതായിട്ട് കാണാം. ഈ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നത്, ഞാൻ എന്തിനാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ വാക്കുകൾ കേട്ടത്, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ വിശ്വസിച്ചത്. ആ ഒരു തേർഡ് പാർട്ടിയുടെ വാക്കുകൾ വിശ്വസിച്ച് എന്തിനാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കെയർ ചെയ്തിരുന്ന, എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന നിങ്ങളെപ്പോലെയുള്ളൊരു വ്യക്തിയെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാതിരുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈബ്രേഷനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻസ് ഫ്ലക്ച്വേറ്റ് ആകുന്നുണ്ട്. പല ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുമുണ്ട്. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ചക്രാസും ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇമോഷണലി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ സാക്രൽ ചക്രയിലും, അതായത് നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രയിലും നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ചുട്ടുപൊള്ളുന്നത് പോലെയോ, ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെയോ, അല്ലെങ്കിൽ ശരീരത്തിൽ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അല്ല എന്നുണ്ടെങ്കിൽ നല്ല നടുവേദന ഉണ്ടാകാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന നടുവേദനയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ